നമസ്കാരം, ഞാൻ സിജു രാജൻ. ഒരു ബിസിനസ്സിലെ ഏതെല്ലാം പ്രോഡക്ട്സിലാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഏതെല്ലാം പ്രോഡക്ട്സിനെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ഏതെല്ലാം പ്രോഡക്ട്സിലാണ് നമ്മൾ കൂടുതൽ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ആ പ്രോഡക്റ്റിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്? ഇതിനുള്ള ഉത്തരമാണ് BCG മെട്രിക്സ്, ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പ്സ് മെട്രിക്സ്. ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പിന് വേണ്ടി 1970 ബ്രൂസ് ഡി ഹാൻഡേഴ്സൺ നിർമ്മിച്ചതാണ് BCG മെട്രിക്സ്. ഒരു ബിസിനസ്സിലെ പ്രോഡക്ട്സിനെ മാർക്കറ്റ് ഗ്രോത്തിൻ്റെയും മാർക്കറ്റ് ഷെയറിൻ്റെയും അടിസ്ഥാനത്തിൽ 4 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇതാണ് BCG മെട്രിക്സ്. ഇതിൻ്റെ എക്സ് ആക്സിസിൽ റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ, നമ്മുടെ പ്രോഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് എത്ര ശതമാനം മാർക്കറ്റിലുണ്ട് എന്നതാണ് റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ. വൈ ആക്സിസിൽ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഗ്രോത്ത് എത്രത്തോളമുണ്ട്, പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്രത്തോളമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രോഡക്റ്റുകളെ കൗ, ഡോഗ്, സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക് എന്ന കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ 4 കാറ്റഗറീസിനെയും അമൂൽ കമ്പനിയുടെ പ്രോഡക്ട്സിന് എക്സാമ്പിളായി വെച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തേത് ക്യാഷ് കൗ. ക്യാഷ് കൗവിൽ വരുന്ന പ്രോഡക്ട്സിന്റെ മാർക്കറ്റ് ഷെയർ കൂടുതലായിരിക്കും, പക്ഷെ മാർക്കറ്റ് ഗ്രോത്ത് കുറവായിരിക്കും. ഇത്തരം പ്രോഡക്ട്സുകൾ ബിസിനസ്സുകൾക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഉദാഹരണത്തിന് അമൂലിന്റെ ഫ്രഷ് മിൽക്കും ബട്ടറും ഇതിന്റെ ഗ്രോയിങ് സ്റ്റേജ് കടന്നിരിക്കുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ ആ കമ്പനിക്ക് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ 2 ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഉൽപ്പന്നങ്ങളെ ക്യാഷ് കൗ എന്ന് പറയുന്ന കാറ്റഗറീസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഈ ക്യാഷ് കൗ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്ട്സിന്റെ മേലെ ബിസിനസ്സിന് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രാറ്റജീസോ ഒന്നും പ്രയോഗിക്കേണ്ടതില്ല. കാരണം മാർക്കറ്റിൽ അതിന്റെ ഗ്രോയിങ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ മെച്യൂരിറ്റി സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത കാറ്റഗറിയാണ് സ്റ്റാർ കാറ്റഗറി. പേര് പോലെ തന്നെയാണ്, അത് ഒരു സ്റ്റാർ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രോഡക്ട്സ് ആയിരിക്കും. അതിന്റെ മാർക്കറ്റ് ഷെയർ കൂടുതലായിരിക്കും, മാർക്കറ്റ് ഗ്രോത്തും കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് അമൂലിന്റെ ഐസ്ക്രീം, വിത്തൗട്ട് ഷുഗർ ഐസ്ക്രീം, ഹെൽത്ത് കോഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഐസ്ക്രീം. ഇതിന്റെ മാർക്കറ്റ് ഗ്രോത്ത് കൂടുതലാണ്, മാത്രമല്ല മാർക്കറ്റ് ഷെയറും അമൂലിന് കൂടുതലാണ്. മറ്റൊന്ന് അമൂലിന്റെ ഗീ. 30% മാർക്കറ്റ് ഗ്രോത്തും 18% മാർക്കറ്റ് ഷെയറും ഉണ്ട് അമൂൽ ഗീക്ക്. അപ്പോൾ സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്ട്സിലെ ബിസിനസ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഗ്രോത്തിനനുസരിച്ച് തന്നെ അതിന്റെ മാർക്കറ്റ് ഷെയറും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അടുത്ത കാറ്റഗറിയാണ് ക്വസ്റ്റ്യൻ മാർക്ക് കാറ്റഗറി. മാർക്കറ്റ് ഗ്രോത്ത് വലിയ രീതിയിലായിരിക്കും, പക്ഷേ മാർക്കറ്റ് ഷെയർ കുറവായിരിക്കും. ഇത്തരം പ്രോഡക്ട്സിലാണ് ബിസിനസ് കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടത്. ഇത്തരം പ്രോഡക്ട്സിന്റെ മേലെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജീസ് പ്രയോഗിച്ച് മാർക്കറ്റ് ഗ്രോത്തിനനുസരിച്ച് തന്നെ മാർക്കറ്റ് ഷെയറും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കണം. ക്വസ്റ്റ്യൻ മാർക്ക് കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സിന്റെ മേലെ നല്ല സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അതൊരു പക്ഷേ ക്യാഷ് കൗവിലേക്കോ അല്ലെങ്കിൽ സ്റ്റാർ കാറ്റഗറിയിലേക്കോ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് അമൂലിന്റെ ലസ്സിയുടെ മാർക്കറ്റ് ഗ്രോത്ത് കൂടുതലാണ്, പക്ഷേ അമൂലിന്റെ മാർക്കറ്റ് ഷെയർ കുറവാണ്. അടുത്ത കാറ്റഗറിയാണ്, അവസാനത്തെ കാറ്റഗറിയാണ് ഡോഗ്സിന്റെ മാർക്കറ്റ് ഷെയറും മാർക്കറ്റ് ഗ്രോത്തും കുറവായിരിക്കും. അത്തരം പ്രോഡക്ട്സുകൾ, ആ കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്ട്സുകൾ ബിസിനസ്സിൽ യാതൊരു വിധത്തിലുള്ള പ്രോഫിറ്റ് ജനറേഷനും സഹായിക്കുകയില്ല. അതൊരു ബ്രേക്ക് ഈവൻ ലെവലിലായിരിക്കും നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റും ഉണ്ടാക്കുന്നില്ല, ലോസും ഉണ്ടാക്കുന്നില്ല. ആ ഒരു ലെവലിലായിരിക്കും അത്തരം പ്രോഡക്റ്റുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രോഡക്റ്റുകളെ മാർക്കറ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ബിസിനസിന്റെ വളർച്ചയ്ക്ക്, ബിസിനസിന്റെ സസ്റ്റൈനബിലിറ്റിക്ക് നല്ലത്. ഉദാഹരണത്തിന് അമൂലിന്റെ ചോക്ലേറ്റ്, അമൂലിന്റെ പിസ്സ, ഇത് രണ്ടിന്റെയും മാർക്കറ്റ് ഗ്രോത്തും മാർക്കറ്റ് ഷെയറും കുറവാണ്. അപ്പോൾ ഒരു ബിസിനസ്സിലുള്ള പ്രോഡക്റ്റുകളെ ക്യാഷ് കൗ ആയിട്ടും സ്റ്റാർ ആയിട്ടും ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടും ഡോഗ് കാറ്റഗറി ആയിട്ടും ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ പ്രോഡക്റ്റിന്റെ മേലെ ഡിസിഷൻ എടുക്കുന്നതിനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ BCG മെട്രിക്സിനെ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ ഇതിന് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ പ്രസ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.